അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ടേസ്റ്റി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ സ്നാക്ക് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് കാഷ്നട്ട് റൈസിൻസുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു അരക്കപ്പ് തേങ്ങയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരണം. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ 2 നേന്ത്രപ്പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് നൈസിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലോട്ട് 1 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ നെയ്യാണ് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് ഈ പഴം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ബാറ്ററിയിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിവിടെ ഞാൻ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് 2 ലെയറായിട്ട് എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ തേങ്ങ എടുക്കേണ്ടി വരും, കുറച്ചും കൂടെ പഴം അധികം എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ 1 ലെയറിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും പഴം വെച്ച് കൊടുക്കാം. ഒരു പഴവും കൂടി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കവറായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി കുറച്ചും കൂടെ നമുക്ക് ഇനി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടിയിലൊരു പാൻ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയായി വരും. അപ്പോൾ ഞാൻ അതിൻ്റെ മറുവശം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക്